എനിക്ക് 10 ജന്മം ഉണ്ടെങ്കിലും എനിക്ക് ഇടമാനായിട്ട് ജനിച്ചാൽ ഭയം എന്ന് പറഞ്ഞ അച്ഛന് രോമരൂപത്തിൽ പോലും രാമായണവും മഹാഭാരതവും ഗീതയും ഒക്കെ അച്ഛന് വളരെ മനഃപ്പാഠമാണ് ഗീത. ഇത് വെറും പച്ചയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളിനെ ഞാൻ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും, ആരാധിക്കാതിരിക്കും? ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. 2 കൺട്രീസിൽ ചെറിയ ഇതാണെങ്കിലും ഭയങ്കര രസമായി തോന്നുന്നു. അച്ഛന് എല്ലാ കഥാപാത്രങ്ങളും പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ഏത് കഥാപാത്രം ചോദിച്ചാൽ എല്ലാത്തിനും വേണ്ടി അച്ഛൻ എന്തെങ്കിലും അച്ഛൻ ചെയ്യുന്നത് കാണാറുണ്ട്. അച്ഛനൊരു പാഷനാണ് ശരിക്കും. നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ആളാണ്. മേലെ പറമ്പിൽ ആൺവീടെന്ന് പറയും. സ്ത്രീ വിരോധിയാണ്, പക്ഷെ പവിഴം വരുമ്പോൾ മാത്രം പുള്ളിക്ക് അതിന്റെ എല്ലാ കുഴപ്പവും അച്ഛനെ പേടിയാന്നേ ഉള്ളൂ. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്നുള്ളൊരു ഞാൻ ചിലപ്പോൾ വഴക്ക് പറയും, എന്റെ കൗളി പണങ്ങും അല്ല ഇടപെടുവൊന്നുമില്ല. ചേട്ടൻ എടുക്കുന്ന സാരികളൊക്കെ നല്ല സാരി അല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കല്ലേ. എന്നാലും 55 വർഷമായി അല്ലേ ഈ ഫീൽഡിൽ. പക്ഷേ വിജയരാഘവന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പിന്നെ 55 വർഷമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ അംഗീകരിച്ചുകൊണ്ട് ഏത് അവാർഡിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയല്ലേ അല്ലേ? ഇനി അഭിനയിച്ചു. ആ ഇനിയിപ്പം നല്ലൊരു ഇതാണ് എന്താ ഉദ്ദേശം? നീ അറിയില്ല, ഞാൻ ചോദിക്കുന്നു. സിനിമയിലെ സർവ്വ മേഖലയിലും കൈവയ്ക്കുക എന്നുള്ളതാണ് ആഗ്രഹം. നമുക്ക് എന്തായാലും കുടുംബത്തോടു കൂടി ഓണം ആഘോഷിക്കാനാണ് വന്നത്. ഓണസദ്യ തരാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അറിയില്ല ഇപ്പോ എന്തായ ഒരു അല്ല അതിന്റെ ഒരുക്കൊന്നും കാണുന്നില്ല. എല്ലാ ഓണസദ്യയൊക്കെ റെഡിയാ ഉണ്ട്. സുമേ സുമേജി കളർഫുൾ ആണല്ലോ. ഓണല്ലേ? അല്ല ഇത് ആരാ വാങ്ങിത്തന്നത്? ഞാനല്ല, തന്നെ വാങ്ങിച്ചായിരിക്കും. ആണോ? അതെയോ? അല്ല ഈ ഷോപ്പിങ്ങിനൊക്കെ കൂടെ വരാറുണ്ടോ? ഇല്ല ഇല്ല വല്ലപ്പോഴും. ആണോ? വല്ലപ്പോഴും സാരി മേടിക്കാൻ വരും. മെനക്കെട്ട പണിയാണ്. അങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടോ? ഒക്കെ പറയോ? ചേട്ടനോ? ചേട്ടൻ എടുക്കുന്ന സാരികളൊക്കെ നല്ല സാരികളാണ്. ആണോ? ഞാൻ ചിലപ്പോ പോയി ഒറ്റയ്ക്ക്, അത് ഇവരുടെ അഭിപ്രായം ഒന്നുമില്ല, എന്റെ അഭിപ്രായത്തിൽ സാരി എടുക്കും. ബ്യൂട്ടിഫുൾ സാരി അത് ഉറപ്പാ. ഓണക്കോടി ഒക്കെ? ഓണക്കോടി ഇല്ല, അങ്ങനത്തെ അങ്ങനെ ഇല്ല. അതെന്താ? ശീലമില്ല ഇതൊന്നും. ഞങ്ങൾ നാടകം കളിക്കുന്ന കാലത്ത് നമുക്ക് ഓണവും ഇല്ല, വിഷുവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഓണമുള്ള ദിവസം നാടകം കാണും. പിന്നെ സിനിമയാണ് അഭിനയിക്കണമെങ്കിൽ ഞാൻ പോയി അഭിനയിക്കും. എനിക്ക് ഓണത്തിന് വേണ്ടി അവധി വേണമെന്നൊന്നുമില്ല. ബാക്കി നമുക്ക് ഷൂട്ടിംഗ് നടന്നേ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഹൈലി പ്രൊഫഷണലാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രൊഫഷണൽ ആക്ടറാണ്. അത് നാടകത്തിലാണെങ്കിലും ശരി, സിനിമയിലാണെങ്കിലും ശരി. എൻ്റെ ജോലിയാണ്. അറ്റ് ദ സെയിം ടൈം അതെൻ്റെ പാഷനുമാണ്. ഓണസമ്മാനം പോലെയല്ലേ അവാർഡ് കിട്ടിയതല്ലേ? അല്ലേ? നേരത്തെ കിട്ടേണ്ടതായിരുന്നില്ല. കൊണ്ടുപോകുന്നുണ്ടോ? ഞാൻ ഡൽഹിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഉണ്ട്. പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും. അത് ഞാൻ ഏറ്റു. പക്ഷെ ഇതിനിടയ്ക്ക് എൻ്റെ കൊച്ചുമോൾ അവളും പറഞ്ഞു, അവർക്കും പറഞ്ഞു. അവള് വേറെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞത്. എന്തായത് ഫംഗ്ഷന് പോയപ്പോൾ അച്ഛൻ ഞാൻ വരുന്നു പറഞ്ഞു. ഇളയ മോൻ്റെ ഭാര്യ ശ്രുതി. അപ്പം ഞാൻ പറഞ്ഞു, എടി ഇതിനൊക്കെ വന്നത് കാര്യം നാഷണൽ അവാർഡ് കിട്ടട്ടെ അന്നേരം അല്ലേ. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് കിട്ടുമെന്ന്. ഇത് കിട്ടിയെന്ന് അറിഞ്ഞാണ് അവൾ അച്ഛാ ഞാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവളും ഉണ്ടാവും. കുടുംബസമേതാണ് പോകുന്നത്. കുടുംബസമേതം പോകും. നേരത്തെ അവാർഡ് കിട്ടേണ്ടതായിരുന്നില്ലേ? സിനിമകളെല്ലാം കാണാറില്ലേ ചേട്ടൻ്റെ? അല്ലേ? അപ്പൊ അഭിപ്രായം പറയോ കണ്ടതിന് ശേഷം? അങ്ങനെ പറയും, നല്ലതാന്നൊക്കെ പറയും. അല്ല ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം? ചേട്ടൻ ആദ്യം ചേറാടിക്കറിയ. അയ്യോ അത് നമ്മള് മറന്നുപോയി. ചേറാടിക്കറിയ അന്ന് ആദ്യം വ്യത്യസ്തമായ റോൾ അഭിനയിച്ചതാ. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടു പൂക്കാലം, കിഷ്കിന്ദ കാണ്ഡം. പിന്നെ ഇതിൻ്റെ ഖുശ്ബുവിൻ്റെ കൂടെ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, രണ്ട് ക്യാരക്ടർ. അത് ലോറി ഡ്രൈവറായിട്ടും പിന്നെ ഭർത്താവായിട്ടും ആൾമാറാട്ടം. അപ്പൊ എല്ലാ സിനിമകളും കാണും? മിക്കവാറും എല്ലാം കാണും. അഭിപ്രായം പറയുകയും ചെയ്യും. വലിയ അഭിപ്രായമൊന്നും ഞാൻ പറയില്ല. അല്ല ഈ 19 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയാ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം
നോക്കാറുണ്ടോ? അതിന് സമയം കിട്ടാറുണ്ടോ? എല്ലാം നോക്കും. എന്ത് കാര്യമാണ് നോക്കുന്നത്? അല്ല എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കല്ലേ എന്നാലും അത് നോക്കുന്നത് അങ്ങനെയില്ല. എല്ലാ അതല്ല കാര്യവും ആവശ്യമില്ലാത്ത പൈസ കാര്യങ്ങൾ ഇടപെടുക. കൊടുക്കുന്നതല്ല, അതല്ല എന്ത് കാര്യം അറിയാം. അതല്ല എന്നാലും പറയുവല്ലേ. വീട്ടുകാരാ അല്ല ഇടപെടുകയൊന്നുമില്ല. ഇല്ല. ഏത് കാര്യത്തിലൂടെ അപ്പൊ വീട്ടുകാര്യം മൊത്തം അത് ഹോം ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ഏൽപ്പിച്ചു. എനിക്ക് വല്ല കുറ്റം പറയാൻ പറ്റുമോ? ഇടപെട്ടാ എനിക്ക് പറയാൻ പറ്റുകയല്ല. അതുകൊണ്ട് 2 കുട്ടികൾ അല്ലേ, 2 കുട്ടികളെ ഇപ്പം പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചു അല്ലേ. അപ്പം അതിലും പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്തത്. അതെ പിള്ളേരിൽ അങ്ങനെയാണ് വലിയ ശ്രദ്ധയൊന്നും അങ്ങനെ ചേട്ടൻ ഇല്ല ഇല്ല കുട്ടികളോട് ഇല്ല ഇല്ല ഒന്നുമില്ല. ചേട്ടൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പിള്ളേരെ. ഇല്ല. വലുതായിട്ട് അവരുടെ വഴക്കൊന്നും ഫ്രീഡം പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടുപേരും ബാംഗ്ലൂരാണ് പഠിക്കാൻ പോയത്. അപ്പം ഞാൻ ബാംഗ്ലൂർ പോകുന്ന നേരത്ത് പറഞ്ഞു, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ്, ഇന്ന കുഴപ്പമുണ്ട്, ഇന്നത് നിങ്ങൾക്ക് എന്തും ആവാം. ഞാനൊന്നും അന്വേഷിക്കുകയില്ല, ഒരു കാര്യത്തിൽ ഞാൻ നോ പറയാൻ പറ്റുകയില്ല, എന്താ നല്ലതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം, അങ്ങനെ പറയും. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു. അല്ല, മാരേജിന് ശേഷം നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? അതെ, ബന്ധുക്കൾ മാത്രമല്ല ഇവളെ ഞാൻ എടുത്തോണ്ട് വന്നത്. എന്താ വെച്ചാൽ ഇവർക്ക് 18 വയസ്സുള്ള ഞാൻ കല്യാണം കഴിച്ചു. അതൊക്കെ അപ്പം എനിക്ക് 28 വയസ്സുണ്ട്, 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പം എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മുറപ്പെണ്ണ് ആലോചിച്ചു, അച്ഛൻ്റെ മുറപ്പെണ്ണിൻ്റെ മകളുടെ മകളാണ്. അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളാണ്. എനിക്ക് കൊച്ചിനെ പോലെ അറിയാം. പക്ഷെ അന്നേരം സത്യം പറയാം, അന്നേരം പ്രണയം ഒന്നുമില്ല. എനിക്കറിയാം, നല്ല നമ്മുടെ സ്വന്തം കുഞ്ഞില്ലേ അങ്ങനെ. പക്ഷെ ഇപ്പോഴും അതാണ് ആ ലവ് ആണ്, അതാണ് വേണ്ടത്. ഭാര്യ ഭർത്താവ് എന്നൊരു സംഭവമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ വഴക്ക് പറയും, എൻ്റെ കൗൾ പണങ്ങും ഒക്കെ ചെയ്യും. ഭാര്യ ഭർത്താവ് അങ്ങനത്തെ ഭാര്യ ഞാൻ ഭർത്താവ് ഞാൻ എന്നോട് ഭാര്യ അങ്ങനത്തെ ഇല്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഞങ്ങൾ ഒന്നായിട്ട് അങ്ങനെ കഴിയുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നെ ഒരിക്കലും സംശയിക്കുക അതൊക്കെയാണല്ലോ സിനിമയിലൊക്കെ എന്തൊക്കെ ചോദിക്കാം. ഇന്ന് വരെ എന്നോട് ഒരിക്കൽ പോലും സൂചന പോലും ഉണ്ടായിട്ടില്ല. അല്ല, പക്ഷേ ഞാൻ ഒറ്റ കാര്യം ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി പറയല്ല, ഇന്നേ വരെ ഒരു കോൺട്രവേഴ്സി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല അല്ലേ. മാത്രമല്ല വെരി ഡൗൺ ടു എർത്ത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, പൊതുവിൽ. പിന്നെ അങ്ങനെ വലിയ പിടിവാശിയോ ഒന്നുമില്ല, അല്ലെങ്കിൽ നായകനായിട്ട് അഭിനയിക്കണമെന്നോ. ഏത് വേഷം കിട്ടിക്കഴിഞ്ഞാലും അദ്ദേഹം അഭിനയിക്കും. പിന്നെ ഒരു കുടുംബസ്ഥൻ. ഇപ്പോൾ പലപ്പോഴും ഈ സിനിമാ താരങ്ങളുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. പിന്നെ ഒരു സൈലൻ്റായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു അല്ലേ. അല്ല, എനിക്ക് ഞാൻ സിനിമാ നടനല്ല, അങ്ങനെ സിനിമാ നടനുള്ള സ്റ്റാർ അല്ല. ഞാൻ വെറുതെ ഒരു സാധാരണ മനുഷ്യനാണ്. അതിൽ ഞാൻ ഇപ്പോൾ ഒളശയിൽ ജീവിക്കുന്ന കാര്യം. എനിക്ക് ഒളശക്കാരുടെ കുട്ടനായിട്ട് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാൽ എന്നെ കണ്ട ആർക്കൊരു അത്ഭുതമില്ല. അതേ കുട്ടൻ തന്നെ, കുട്ടൻചാട്ടൻ അല്ല, പറയക്കല്ലേ കുട്ടൻചാട്ടൻ, അല്ലെങ്കിൽ എൻ്റെ ഇവിടെ സാറിൻ്റെ മകൻ. കൊച്ചിലെ പോലെ ഞാൻ അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്. എന്നെ ഒരിക്കലും സിനിമാ നടൻ എന്നുള്ള നാടകം എന്നുള്ള അല്ല നാട്ടുകാർ കാണുന്നത്. എന്നെ വിളിച്ചേട്ടൻ മകൻ അല്ല, പറയക്കല്ലേ കുട്ടൻ. അപ്പോൾ എനിക്കും അതാ സുഖം. ഞാൻ അങ്ങനെ നിൽക്കും, എന്നാലേ എനിക്ക് ഇട്ടു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നാലേ എനിക്ക് കിഷ്കിന്ദാണ്ടത്തിൽ അപ്പുപിള്ളയാകാൻ പറ്റുള്ളൂ. ഞാൻ സിനിമ നടനായാൽ ഞാനൊരു ജാടയിലൊക്കെ എറണാകുളത്തൊക്കെ വലിയ ബംഗ്ലാവൊക്കെ വെച്ച് എറണാകുളത്ത് താമസിക്കുന്നു. വിജയരാഘവം ഞാനപ്പോൾ തന്നെ ഒരു ഭാവമുണ്ട് എനിക്ക്. അതൊരു ക്യാരക്ടറാകും ഇല്ലേ. പിന്നെ അവിടുന്ന് പോയി വേറെ ക്യാരക്ടർ ആകാൻ പറ്റുമോ? എനിക്കിപ്പോൾ ഇവിടെ ഒളിച്ചു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം പുള്ളിയോ കുഞ്ഞമ്പോ എന്ത് വേണം ആവാം. ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ. നമ്മള് പറയല്ലോ, പ്രായം കൂടുന്തോറും കൂടുതൽ സ്ട്രോങ് കഥാപാത്രങ്ങൾ അത് ചൂസ് ചെയ്തെടുക്കുന്നതാണോ സംഭവിക്കുന്നതാണ്? ഒരിക്കലും ചൂസ് ചെയ്യുന്നില്ല. അല്ല, ഇപ്പം നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, പണ്ടും വന്നിരുന്നു. ഈ ഇടയ്ക്ക് മോശം കഥാപാത്രങ്ങൾ വരും. അപ്പോൾ ചിലപ്പം നമ്മുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്ന കഥാപാത്രങ്ങൾ. ഇപ്പം ഈയിടെ ഒരു പടത്തിൽ നമ്മുടെ രഘുനാഥ് പലേരി അദ്ദേഹം ഒരു കഥ എഴുതിയ പടമാണ്. ഒറ്റ ദിവസമേ ഉള്ളൂ. അദ്ദേഹം എന്നെ വിളിച്ചു, കൂട്ടാ ഇങ്ങനെ ഞാനിപ്പോൾ സാധനം എഴുതുന്നുണ്ട്, നിങ്ങൾ ഒരു ആശാരി, എന്തായാലും പടത്തിൻ്റെ പേര് പൂർണ്ണിമ, അതിനകത്ത് ഇന്ദ്രജിത്ത് പൂർണ്ണിമയല്ലേ, അവിടെ അതിനകത്ത് അഭിനയിക്കുന്നത്. ഒരു ദിവസം എനിക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കുന്നില്ല. പിന്നെ അങ്ങനെ ചില വേഷങ്ങളൊക്കെ അഭിനയിക്കുക. അതങ്ങനെയല്ല, അതല്ല, അവൻ അഭിനയമല്ല എൻ്റെ പ്രൊഫഷൻ. പിന്നെ ഇപ്പോൾ എല്ലാം നല്ല വേഷം വന്നിട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. നമ്മൾ വരുന്നതൊക്കെ ചെയ്യുന്നു, അതിനകത്ത് കുറേ നല്ലതുണ്ടാകും, ചിലത് ഓടും, ചിലത് ഓടുകയല്ല. അതൊക്കെ നമുക്ക് ഇപ്പോൾ എന്നെ കിഷ്കിന്ദാകാന്ഡത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു എന്നോട് ചേട്ടാ ഇതെങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട്,
ഞാൻ ഗംഭീര സ്ക്രിപ്റ്റാണ്, ഗംഭീര ഇതുണ്ട്, പക്ഷെ ഓടൂ എനിക്കറിയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഈ പ്രേക്ഷകൻ്റെ ഇഷ്ടം നോക്കുമ്പോൾ എനിക്ക് ഇത്രയും വർഷമായിട്ട് എനിക്കറിയാൻ പറ്റില്ല എന്താണ്. അല്ലെങ്കിൽ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യല്ലേ, ചെയ്യാത്തതൊന്നും എനിക്കറിയില്ല പ്രേക്ഷകനെ അത് ഇഷ്ടപ്പെടുന്നതെന്ന്. ഇത് വലിയ പൈസ മുടക്കമുള്ള കാര്യമാണ്. അത് മുടക്കുന്ന ആളിന് തിരിച്ചു പൈസ കൊടുക്കണ്ടേ. അത് വലിയൊരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തൊരു സിനിമ കൂടി ഉണ്ട്, മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറയുന്നത്. അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, സ്ത്രീ വിരോധിയാണ്, പക്ഷെ പവിഴം വരുമ്പോ മാത്രം വിരോധമൊന്നുമില്ല, പുള്ളിക്ക് അതിന്റെ എല്ലാ കുഴപ്പവും ഉണ്ട്, പക്ഷെ അച്ഛനെ പേടിയാന്നേ ഉള്ളൂ. അത് വളരെ വ്യത്യസ്തമായ അവസരം കിട്ടിയില്ല. പുള്ളി വലിയ വീട്ടിൽ പാവം, സ്കൂളിൽ പിടികല, വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾ. നേരത്തെ പറഞ്ഞില്ല, ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗൊക്കെ വരുമ്പോൾ അത് രസകരമായി പോകുന്ന ചില അനുഭവങ്ങളും കൂടിയുണ്ട്. ഈ ജഗതി ശ്രീകുമാർ എന്നൊക്കെ പറയുന്നത് അത്തരം അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. അയ്യോ ജഗതി ഒരു രക്ഷയില്ല, ആവശ്യമില്ല. ചിലപ്പോൾ നമുക്ക് ചിരി വരും ടേക്കിലേ, അന്നേരം കൈ നിടുമല്ലോ. ശരിയായ നടപടിയല്ല കേട്ടോ, പുള്ളിനും പെട്ടെന്ന് ചില ഗോഷ്ഠി കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് ചിരി പിടിച്ചു നിൽക്കണം. കാണാൻ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ പുള്ളി വെല്ലൂരായിരുന്നു തന്നെ പോയത്. ആക്സിഡന്റ് ആയിട്ട് ഞാൻ കാലിക്കറ്റിൽ പോയി, അത് കഴിഞ്ഞ് വെല്ലൂർ പോയി പുള്ളി കാണാനായിട്ട്. ഇങ്ങനെ ഉള്ള അവസ്ഥ കണ്ടു. ഇനി കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കേണ്ട. ഓണത്തിന് എല്ലാവരും വന്നിട്ടുണ്ടോ? ഉണ്ട് എല്ലാവരും. അപ്പൊ അവരുടെ വിശേഷങ്ങൾ കൂടി അറിയണ്ട നമുക്ക്, അല്ലേ? ഓക്കെ ഓക്കെ. യുകെയിലുള്ള ഓണത്തെ കുറിച്ച് ചോദിക്കും. അതെ, UK ഓണത്തിനെ കുറിച്ചൊന്ന് പറയണം. മാത്രമല്ല നമുക്ക് ഇവിടെ ഗായികമാരുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. എന്നെയാണോ? എന്നോട് ആദ്യം അച്ഛനോട് പറഞ്ഞ പിള്ളേര് കൊച്ചിലെ ഉറക്കുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എന്തും ചെയ്തോ, പാട്ട് മാത്രം നീ പാടരുത് എന്ന് പറയാം. ഓണപ്പാട്ട് പാടാം. ഇല്ല ഒട്ടുമില്ല, അച്ഛനെ ഓടിക്കും. നീ വേറെ അല്ലല്ലോ, അച്ഛൻ പറഞ്ഞത് നീ ആ പിള്ളേരുടെ കലാവാസന കളയരുത്, പാട്ടിലില്ല, ബാക്കി എന്തോ ആവാം. എങ്ങനെയാണ് UK ഓണമൊക്കെ? ഇവിടത്തേക്കാളും ഗംഭീരാണ്. UK ആഘോഷങ്ങൾ ഒരുപാടുണ്ട്. 2 ആഴ്ച 3 ആഴ്ച ആഘോഷങ്ങളാണ്. ഒന്നെച്ചാല് നമ്മളൊരു ഓണത്തിന് അന്നായിരിക്കല്ല, പിന്നെ എല്ലാവരുടെയും കൂടെ അവധി നോക്കി വരണം. ഇവർക്ക് പിള്ളേർക്ക് ഓണം പ്രമാണിച്ച് അവധി പ്രത്യേകിച്ചില്ല. ഇപ്പോഴാണ് അവർക്കൊരു സമ്മർ വെക്കേഷൻ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഒരു ഒക്ടോബർ നവംബറിലേ ഉള്ളൂ ലീവ്. അപ്പം ഓണം ആഘോഷം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ലീവുള്ള സമയത്ത്. പക്ഷെ നല്ല ആഘോഷമാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാളും കൂടുതൽ ആഘോഷിക്കുന്ന അവിടെയാന്ന് തോന്നുന്നു. എവിടുത്തെ ആഘോഷമാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ നാട്ടിലെ വീട്ടിലത്തെ ആഘോഷം തന്നെയാണ്. സദ്യ, എല്ലാവരുടെയും കൂടെ ഇരിക്കാം. ഇവിടെ ഒരു ചെറിയ ഗായിക കുറെ നേരമായിട്ട് പാട്ട് പാടണമെന്ന് പറയുന്നുണ്ട്. സുന്ദരിക്കുട്ടി നല്ലൊരു പാട്ട്. ഇന്ന് ഓണമാണ് അല്ലേ? അപ്പൊ ഓണത്തിന് ഏത് പാട്ടാ പാടും? ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വന്നല്ലോ, വീട്ടിയിരുന്നാലോ, ഉണ്ണി സന്ധ്യ വരുമ്പോ മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. അപ്പൊ നോക്കട്ടെ, ഒരാൾ ഇവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ആള് ഭയങ്കര സൈലന്റ് ആണ്. അല്ലേ? ആണോ? പാട്ട് വല്ലതും അറിയോ? എന്നാലും ഓണത്തിന്റെ പാട്ട് ഒരു പാട്ട് പാടാം. ഓണം വേണ്ട, വേറെ പാട്ട് പാടാം. വേറെ പാട്ട് അറിയോ? ആഹാ, ഇതെല്ലാം പാടാറുണ്ട് ഇവിടെ. നമുക്ക് വേണ്ടി ഒന്നും പാടില്ല. കണ്ണാതുമ്പി പോരാമോ, എന്നോടം കൂടാമോ, കൂടാതില്ലല്ലോ, എന്നെ നെല്ലിൽ പൂക്കാലം കളിയാടാൻ നീ കളിയാടിക്കുന്ന പരിചയപ്പെടാൻ ഒരാള് കൂടിയുണ്ട്. കാരണം ഇവിടെ ചിന്നമ്മൂനെയും നാണുവിനെയും അല്ലെ മാനേജ് ചെയ്യുന്ന തിരക്കിലായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ വൈകിപ്പോയി. ഇവരെ മാനേജ് ചെയ്യലാണ് പ്രധാന. കട നടത്തുന്നുണ്ട്. എന്താ മെറ്റീരിയൽസിന്റെ ഷോപ്പ് ഉണ്ട് നമുക്ക്.
അപ്പം അത് ഞാനാണ് നോക്കുന്നത്. അപ്പോൾ രാവിലെ അവിടെ പോകും, രണ്ടുപേരും ഇപ്പം ഇവൻ പ്ലേ സ്കൂളിൽ പോകും, ചിന്നമുന സ്കൂളിലാക്കുക. അത് കഴിയുമ്പോൾ ഞാൻ ഷോപ്പിൽ പോകും, പിന്നെ എല്ലാം ഇങ്ങനെ നടക്കും. ഇത്തവണത്തെ ഓണം ഭയങ്കര സ്പെഷ്യൽ അല്ലേ? കാരണം വളരെ ഒരു സർപ്രൈസിങ് ഓണം ആയിപ്പോയി അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ? നല്ല സന്തോഷമായിരുന്നു. അച്ഛൻ അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് അറിയാവുന്ന ഫുഡൊക്കെ ആണെങ്കിലും കൺട്രോൾ ചെയ്തിട്ട്. പിന്നെ അച്ഛന് എല്ലാ കഥാപാത്രങ്ങളും പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ഏത് കഥാപാത്രം ചോദിച്ചാൽ എല്ലാത്തിനും വേണ്ടി അച്ഛൻ എന്തെങ്കിലും അച്ഛൻ ചെയ്യുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അച്ഛൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡൽഹിക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കൂടെ വരണം എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ എന്തായാലും ഇത്തവണ ഡൽഹിക്ക് പോകും, നമ്മൾ ഒന്നിച്ച് പോകുമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അഭിനയത്തെ കുറിച്ച് മകന് എന്താ പറയാനുള്ളത്? അച്ഛൻ്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് അച്ഛൻ. അച്ഛൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പം കിഷ്കിന്ദ കണ്ടു, ഇതൊക്കെ ഈ ലാസ്റ്റ് പൂക്കാലമൊക്കെ വന്നിട്ട് ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സും വരുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അച്ഛനൊരു പാഷനാണ് ശരിക്കും. അച്ഛൻ ക്യാരക്ടറെല്ലാം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അതനുസരിച്ച് അച്ഛൻ നന്നായിട്ട് ഏത് ക്യാരക്ടർ കിട്ടിയാലും അച്ഛൻ ചെയ്യാനും അറിയാം. ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. എനിക്ക് അച്ഛൻ്റെ ശിപ്പായി ലഹള ഇഷ്ടമാണ്. അങ്ങനത്തെ ഒക്കെ കുറേ ക്യാരക്ടേഴ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഏതാണ് സീരിയസ് ക്യാരക്ടർ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ കോമഡി? രണ്ടും. അത് അതിൻ്റെ ഒരു രസമുണ്ട്. 2 കൺട്രീസിൽ ചെറിയ ഇതാണെങ്കിലും ഭയങ്കര രസമായി തോന്നും നമുക്ക്. അച്ഛനിൽ നിന്നും വേറിട്ടം ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസപ്പെട്ടു. ശിപ്പായി ലഹള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണും, അച്ഛൻ്റെ അത് കാണാൻ വേണ്ടി മാത്രം. പിന്നെ അപ്പിച്ചായ്, രൗദ്രം, അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അച്ഛനോട് ഞാൻ പറയും, എനിക്ക് വെറുത്തു പോയെന്ന് അറിയില്ല കണ്ടിട്ടെന്ന് വെച്ചാൽ സ്റ്റോപ്പ് വയലൻസ്. എനിക്ക് അതിൻ്റെ അകത്ത് ആ ഒരു വില്ലനെ കണ്ടിട്ട് തോന്നും. അത് തന്നെ ലാസ്റ്റ് നമുക്ക് വെറുത്തു പോകുന്നു. അതൊരു കലാകാരൻ ഇഷ്ടമാണ്. അറ്റ് ദി സെയിം ടൈം ഞാൻ തന്നെ ഇത്രയും വൃത്തികെട്ടൊരു മനുഷ്യൻ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. അതെനിക്ക് ഫീൽ ചെയ്താ. അവിടെ കുറേ സിനിമ പറഞ്ഞു ഇഷ്ടപ്പെട്ട. അപ്പം ഇഷ്ടപ്പെട്ട സിനിമ? എനിക്ക് കോമഡി ആയിട്ട് കാണാനാണ് കൂടുതൽ ഇഷ്ടം. കോമഡി. പിന്നെ രാമലീലയിലെ ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അത് കാണുമ്പോൾ അച്ഛനന്ന് ഒരുപാട് കുറേ നാളുകൾക്ക് ശേഷം ഫൈറ്റ് ചെയ്തത് രാമലീല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അതിഷ്ടമാണ്. പിന്നെ അച്ഛൻ ഇടി കൊള്ളുമ്പോൾ അല്ല, അതിൽ അച്ഛൻ നല്ല, എനിക്ക് അച്ഛൻ നിൽക്കുന്ന നിപ്പും അതിൽ ചാടി എണ്ണിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നൊരു സിനിമയാണ്. പിന്നെ നെയ്മർ, ഞാൻ ഇപ്പോഴും എല്ലാവരും കാണുന്ന നെയ്മർ, അതൊക്കെ കാണാൻ എനിക്കിഷ്ടം. എനിക്ക് കൂടുതലും വിഷമിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷത്തോടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന നിശ്ചലം. അച്ഛൻ ഇല്ലാതെ വിജയരാഘവൻ ഇല്ല. ഇന്നും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം, അത് അസാന്നിധ്യം മിസ് ചെയ്യുന്നുണ്ടോ? അച്ഛനാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എൻ്റെ അച്ഛനാണെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് 10 ജന്മം ഉണ്ടെങ്കിലും എൻ്റെ മകനായിട്ട് ജനിച്ചാൽ മതി. എൻ്റെ കാരണം എന്ന് വെച്ചാൽ അച്ഛൻ അത്ര ധീരനായ മനുഷ്യനാണ്. പിന്നെ ലോകം കണ്ടിട്ടുള്ള ആളാണ്, വെറുതെ ലോകം കാണുന്നില്ല. ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, യുദ്ധം കണ്ടിട്ടുണ്ട്. പിന്നെ ജീവിതാനുഭവങ്ങളും മറയ്ക്കാതെ അത് ആസ്വദിക്കാനും അത് വീണ്ടും പുള്ളി ഞാൻ ആത്മകഥയിലൂടെ വിളിച്ചു പറയാൻ മടിയില്ലായിരുന്നു. ജീവിതത്തിൽ ഭയമില്ലായിരുന്നു. ഭയം എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു രോമകൂപത്തിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെയില്ല. ദൈവവിശ്വാസം സംഭവം അയൽവക്കത്തോടെ പോയിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ മനുഷ്യനെ പറ്റിയുള്ള വിശ്വാസവും മനുഷ്യനെ പറ്റിയുള്ള ബോധവും അത് അസാമാന്യമായിട്ട് അച്ഛനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ ദൈവവിശ്വാസം ഇല്ലെന്ന് വെച്ചിട്ട് രാമായണവും മഹാഭാരതവും ഗീതയും ഒക്കെ അച്ഛന് വളരെ മനഃപ്പാഠമാണ്. ഗീതയെ ബേസ് ചെയ്തിരുന്ന അച്ഛൻ നാടകം ഉണ്ടായിരുന്നു, ബൂമറാങ് എന്ന നാടകം. അതിൻ്റെ സെക്കൻഡ് സീൻ ഗീതോപദേശമാണ്. അർജുനനും കൃഷ്ണനും ഗീതോപദേശിച്ച് അതിന് ആ ശ്ലോകങ്ങളും അതിൻ്റെ വിവരണങ്ങളുമാണ് നാടകത്തിൻ്റെ പ്രമേയം തന്നെ. അതൊക്കെ ഭംഗിയായിട്ട് അറിയാവുന്ന ആളാണ്, അല്ലാതെ അന്ധമായിട്ടുള്ള ഇത്. പിന്നെ ജ്യോതിഷം നന്നായിട്ട് അറിയാമായിരുന്നു, ജ്യോതിഷം പഠിച്ചിട്ടുണ്ടായിരുന്നു, മനഃശാസ്ത്രം
പഠിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഒരാള് അത് വെറുതെ പറച്ചിലല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അഞ്ഞൂറാന്റെ ആ ഒരു ഗൗരവം സിമ്പിളായിട്ടൊരു ഒരിക്കലും ഞാൻ അതാണെന്ന് ഒരു ഭാവിക്കലേ ഇല്ല. അതൊക്കെയാണ് അച്ഛനെ കണ്ടിരുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. ഞാൻ ഇങ്ങനെ ഒരു ആളായിട്ട് ജീവിക്കുന്ന ഒരു ആൾക്കാർ നിങ്ങൾ പറയുന്നില്ല, ഇതിനൊക്കെ കാരണം അച്ഛൻ്റെ കൂടെയുള്ള ജീവിതം. ഒരു വെറും പച്ചയായ മനുഷ്യൻ. അപ്പം അങ്ങനെയുള്ള ആളിനെ ഞാൻ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും, ആരാധിക്കാതിരിക്കും? ഞാൻ എവിടെ പോകുമ്പോൾ അവിടെ പോയി തൊട്ട് തൊട്ടിട്ടാണ് പോകുന്നത്. അതെൻ്റെ വിഷയം. ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെ ഓർക്കണം. അത് അങ്ങനെ ആളായതുകൊണ്ടാണ്. അച്ഛൻ ഈ കൈപ്പടയിൽ എഴുതിയൊക്കെ സൂക്ഷിച്ചു വെച്ചു. ഇവിടെ നമുക്ക് എടുക്കാം, എല്ലാം ഉണ്ട്. എല്ലാം അച്ഛൻ എഴുതുന്ന ഒരിക്കലും അച്ഛന് വെറും പേപ്പറിൽ എഴുതാറില്ല. വലിയ ലെഡ്ജർ ബുക്കാണ്, വലിയ. അങ്ങനെ ലെഡ്ജർ ബുക്കിൻ്റെ ഒരു ഭാഗത്ത് എഴുതും, ഈ ഭാഗത്ത് വിട്ടേരും. അങ്ങനെ എഴുതുന്ന മുഴുവൻ എന്തെങ്കിലും അഡീഷണൽ കൂട്ടിച്ചേക്കണമെങ്കിൽ ഇവിടെ എഴുതും, അതിൽ നിന്ന് കണക്ട് ചെയ്യും. മനസ്സിലായില്ല? അപ്പം ഒരിക്കലും നേരെ ഇത് കളഞ്ഞിട്ട് എഴുതേണ്ട കാര്യമില്ല. എഴുതാനിരുന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മിക്കവാറും ഒറ്റ ആണല്ലേ. അമ്മയുടെ വിയോഗം ഏറെ അങ്ങ് തളർത്തി തോന്നുന്നല്ലേ അച്ഛനെ? അച്ഛനെ പറഞ്ഞില്ലേ, അമ്മ അച്ഛൻ്റെ 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞത് മലേഷ്യക്ക് പോകുന്നത്. അപ്പം അച്ഛൻ്റെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു കല്യാണം, ബന്ധുക്കളാണ്, എന്നാലും ചില ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശല്യം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഇതിൽ പോയത്. അങ്ങനെ അമ്മയുടെ ബ്രദറും അച്ഛനും കൂടെയാണ് പോയത്. പോയി അവിടെ ചെന്ന് വിചാരിച്ച പോലെ മലേഷ്യക്ക് അന്ന് പോകണമെങ്കിൽ പാസ്പോർട്ട് മാത്രം മതി, വിസയൊന്നും വേണം. അങ്ങനെ പോയി പല സ്ഥലത്തും ജോലി അന്വേഷിച്ചു, പല ജോലിയും ചെയ്തു. ഒന്നും ജോലി ഇല്ലാതിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് അത്യാവശ്യം അതിൽ നിന്നൊക്കെ പഠിച്ചു. റബ്ബർ ടെക്നോളജി, പിന്നെ മെറ്റീരിയൽ മെഡിക്കൽ പഠിച്ചു. അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ പരീക്ഷയുണ്ട്, അത് പാസ്സാക്കി കഴിഞ്ഞാൽ ചെറിയ മുറിവുകളൊക്കെ ആർസിസൊക്കെ ഇത് ചെയ്യുക, മരുന്ന് കൊടുക്കുക. അങ്ങനെ റബ്ബർ എസ്റ്റേറ്റിൽ നല്ല ജോലി കിട്ടും, കൊള്ളാവുന്ന, അത്യാവശ്യം കൊള്ളാവുന്ന. ആ സമയത്താണ് സുഭാഷ് ചന്ദ്രബോസ് INA ഇവിടെ അങ്ങനെ രക്ഷപ്പെട്ട് നേരെ അങ്ങോട്ടാണ് വന്നത്. അദ്ദേഹം വരുമെന്ന് പറഞ്ഞ് നേരെ INA ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ 3-5 സുഹൃത്തുക്കളോടുകൂടി പോയി നേരെ INA ചേർന്നു. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് വേറെ കല്യാണാലോചന വരുന്നു. അമ്മയുടെ അനിയത്തിമാർ അമ്മ കല്യാണം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു. വേറെ ആര് അവൻ പോയിരിക്കണ്ടേ, മരിച്ചുപോയി എന്ന് വിചാരിക്കുന്നു. യുദ്ധമൊക്കെ തുടങ്ങി INA ചേർന്നെന്ന് പറഞ്ഞു. പക്ഷെ ചേർന്ന ശേഷം അച്ഛൻ്റെ കത്തുകളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് മരിച്ചുപോയി എന്ന് വിചാരിക്കുന്നു. എത്ര വർഷം? ഏകദേശം ഒരു അച്ഛൻ മൊത്തം 9 വർഷം, അതിനൊരു 5-6 വർഷം ഒരു വിവരമില്ല. പിന്നെ അച്ഛനെ അവിടെ വെച്ച് റെങ്കൂണി വെച്ച് ഈ INA ഒക്കെ പിരിച്ചു വിട്ടു. ഇവരൊക്കെ വേഷം മാറി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പൊക്കോളൂ, അതേ ഉള്ളൂ. അപ്പോൾ റെങ്കൂണി വെച്ച് നമ്മളെ ഒളസയുള്ള ഒരാളെ കണ്ടു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, അപ്പോൾ പറഞ്ഞു, അപ്പം ഇടപ്പുറത്തെ വിശേഷമൊക്കെ ചോദിച്ചു അമ്മയുടെ വീട്ടിലെ. അപ്പം പറഞ്ഞു, ചിന്നമ്മ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, അനിയത്തിമാർ 2 പേരും കല്യാണം കഴിച്ചു, കുട്ടികളായി. ചിന്നമ്മയ്ക്ക് എന്താ കല്യാണം വേണ്ടെന്നാണ് പറയുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അച്ഛന് പെട്ടെന്ന് അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, അച്ഛനെ സ്ട്രൈക്ക് ചെയ്ത് അപ്പോഴാണ്. അപ്പം തന്നെ ഒരു സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയുടെ പുറകിൽ, ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ 2 പേര് കവിത. ഈ അലയാഴി തന്നക്കരെ ഒരു കൊച്ചു നാലുകെട്ടിലാണെന്നും ഭാവന തപം ചെയ്യും. ആ ഫോട്ടോ അയച്ചു. അപ്പോഴാണ് അമ്മ. അപ്പം അമ്മയ്ക്കറിയാം, പക്ഷെ അമ്മയറിയാം എന്നോട് പറയുന്നത്. എനിക്ക് നല്ല ഉറപ്പായിരുന്നു അച്ഛൻ മരിച്ചിട്ടില്ല, എനിക്കറിയാം എന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവർ പിടിച്ചു, ഇംഗ്ലീഷുകാർ പിടിച്ചു. ഇംഗ്ലീഷുകാർ തന്നെ ഒരു ക്യാൻറ്റീനിൽ പോയി ജോലി ചെയ്തു അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവർ പിടിച്ചു കൽക്കട്ടയെ കൊണ്ടുവന്നു. കൽക്കട്ടയിൽ നിന്ന് പിന്നെ ഒരു ജയിലിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ജീപ്പിൽ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സൗകര്യം കിട്ടി. ഇവരൊക്കെ ബിയർ കുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിലോട്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ തടവുകാരെന്നുള്ളതല്ലേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രതിയൊന്നും അല്ലല്ലോ. വരുന്നുള്ളൂ ബിയർ കഴിക്കാൻ. പക്ഷെ വേണ്ട. അപ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമായി അവർക്ക്. അവരങ്ങോട്ട് കയറി പെട്ടെന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് ഗള്ളി കണ്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് കയറി ഹൗറ എന്ന് പറഞ്ഞു നേരെ. ഒരു ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചാടി കയറി. അതെങ്ങോട്ടാണ്? പൂനെക്കാണ് ട്രെയിൻ. പൂനെ വന്നിപ്പോൾ അച്ഛൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് നിന്ന് അവിടുന്ന് പൈസയും എടുക്കുന്നതാണ് നേരെ ഒരു സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു ഒരു ഷൂസിനകത്ത്, ഷോക്സിനകത്തിട്ടുണ്ട്. അതിനകത്തേ ഉണ്ട്. അത് രാത്രിക്ക് കോട്ടയം പട്ടണത്തിൽ വന്നിറങ്ങി. ഇന്ന് വണ്ടിയൊന്നുമില്ല, റിക്ഷക്കാരനൊരാൾ. ഞാൻ ആ റിക്ഷക്കാരനെ കണ്ടുണ്ട്. പുള്ളി അച്ഛനെ കൊണ്ട്
അപ്പോൾ അന്നേരം രസം വെച്ചാൽ ഇവിടെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനും കിടപ്പായി. അമ്മയ്ക്ക് കണ്ണ് കാണാൻ മേലായി. അപ്പോൾ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് അമ്മയുടെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ഇവിടെ ജോലിയൊക്കെ ചെയ്യും. ഇവിടുന്ന് ഭക്ഷണം ഉണ്ടായി തിരിച്ചു വരും. അങ്ങനെ അവസാനം അമ്മയ്ക്ക് അങ്ങനെ മേലാതായപ്പം ഇവർ രണ്ടുപേരെയും കൂടെ ഒരു പിടിവണ്ടി മനസ്സിലായില്ലേ? അറിയാം. അതേ കടത്തിക്കൊണ്ട് അവിടെ കൊണ്ടു അമ്മയുടെ മുറി താമസിപ്പിച്ചു. അവരെ ശുശ്രൂഷിക്കുക. അപ്പം അമ്മ ഈ പണ്ട് ഈ സാവിത്രിയുടെയും പുസ്തകം വായിച്ചിട്ട് അങ്ങനെ അതെ, അതാണ് ശീലാവതി സാവിത്രിയൊക്കെയാണ്. അച്ഛൻ രാത്രി വരുമ്പോൾ അച്ഛൻ്റെ അമ്മ ഉണ്ട് അവിടെ. അവരെ കണ്ടപ്പോഴാണ് അവർക്ക് അത്ഭുതം. അമ്മയ്ക്കറിയാം. അപ്പം പറഞ്ഞു ഇന്നമാർക്ക് എഴുത്ത് വന്നിരുന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാണ്. അച്ഛൻ വന്നപ്പോൾ അച്ഛനെ കാണാൻ മേല അച്ഛൻ്റെ അമ്മയ്ക്ക് കണ്ണ് കാണാൻ മേലാതായി. ഈ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ തപ്പി എങ്ങനെ. അതിൻ്റെ 3-ാം ദിവസം കല്യാണം കഴിച്ചു. കല്യാണം ചെയ്തു. അപ്പം വിചാരിച്ചു വീട്ടുകാരെ നടത്തി കൊടുത്തു. അല്ല, അച്ഛൻ തന്നെ തീരുമാനിച്ചു കല്യാണം കഴിക്കാൻ. നടത്തി കൊടുക്കാൻ കല്യാണം കഴിക്കാൻ കാശ് വല്ലതുണ്ടോ കയ്യിൽ? പിന്നെ ഈ ഒരു സ്വർണ്ണ നാണയം ഉണ്ടല്ലോ, അത് ആ ഒരു നാണയം എന്ത് സമ്പാദ്യം അവിടുന്ന് ഒളിച്ചോടി പോയില്ലേ, എല്ലായിട്ട് എറിഞ്ഞിട്ട് പോകുന്നത്. ആ സ്വർണ്ണ നാണയം പണയം വെച്ചിട്ടാണ് ഒരു അബദ്ധം പറ്റി. കല്യാണത്തിന് ഈ നാട്ടുകാരെയൊക്കെ വിളിക്കണമല്ലോ, പോയി വിളിക്കാൻ. അന്നത്തെ കാലത്ത് ആണും പെണ്ണും പോയി വിളിക്കണം. എന്നിട്ട് ശ്രദ്ധയ്ക്കും തുറന്നുള്ള ഇതിനും ചടങ്ങിനും ശ്രദ്ധയ്ക്കും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞാലേ വരുമല്ലോ. ഇത് ആരോ പോയി വിളിക്കാൻ ആരോ വിട്ടു, അച്ഛൻ പോകാൻ സമയമില്ലാത്തതുകൊണ്ട്. അത് ആരും വന്നില്ല. കല്യാണത്തിന് ഉളച്ചക്കരയെന്ന് ഒറ്റ ആളില്ല. ഇതിൻ്റെ അപ്പുറത്ത് അച്ഛൻ താമസിക്കുന്നില്ല. ഇതല്ല, അവിടെ നിന്ന് അച്ഛൻ്റെ കൂട്ടാൻ നീളാൻ്റെ പിള്ളച്ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം കോട്ടയം പിടിച്ചോണ്ട് ഒരു തകലും ഒരു നാസരക്കാരനും. ഒരു തകൽ നാസരം ഒരാൾ, പിന്നെ ഈ ഊതുന്ന ഒരാളുണ്ട് സുഹൃത്തി. ഈ 5 പേര് കൂടി ചെണ്ടയും കൊട്ടി വന്നു. അങ്ങനെ ഇതിലെ നടന്ന് അമ്മയുടെ വീട്ടിൽ പോയി. അവിടെ ആരുമില്ല, നാട്ടുകാർ വന്നില്ല. കല്യാണം കഴിച്ചു. ആ 3-ാം ദിവസം താലിമാല പണയം വെച്ചു, കഞ്ഞി കുടിക്കണ്ടേ. അല്ല, അങ്ങനെ ജീവിച്ചു വന്ന ഒരച്ഛൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ അച്ഛനെ വളരാതിരിക്കുക. പിന്നെ ശരിക്ക് ഫൈറ്റ് ചെയ്ത് പിന്നെ അതൊക്കെയാണ് എനിക്കുള്ള ഊർജ്ജം. പിന്നെ അനുഭവിക്കുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാനും അച്ഛനും ഞങ്ങൾക്ക്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം എന്താണ്, ഞാൻ എല്ലാവരും ഷെയർ ചെയ്യും. എൻ്റെ ഒരു രഹസ്യങ്ങളും എനിക്കില്ല. പിള്ളേരും ഈ മക്കളില്ല, ഇവളോടും അവളോടും ഒക്കെ അറിയാം എൻ്റെ സമ്പാദ്യം എന്തൊക്കെ ഉണ്ടെന്ന് വരെ ഇവർക്കറിയാം. കുട്ടേട്ടന്റെ 2ാമത്തെ പുത്രനായ ദേവദേവൻ ആഗതനായിരിക്കുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നില്ലേ? അപ്പൊ ഭക്ഷണത്തിന്റെ സമയത്തിന് എത്തി. കറക്റ്റ് എത്തി. അല്ല, അവനങ്ങനെയാ ഫുഡിയാണോ? ഫുഡിയാണ്. ഇനി കറക്റ്റ് സമയത്ത് കിട്ടും. അല്ല, എങ്ങനെ ഓണ ദിവസം വീട്ടിൽ ഇരിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഓരോ വർക്കിന്റെ അനുസരിച്ച് മതി. ചില സമയത്ത് നമുക്ക് അവസരം കിട്ടും, അപ്പം വരും. ഓണസദ്യ ആണ് എൻജോയ് ചെയ്യുന്നത് കൂടുതൽ? തീർച്ചയായിട്ടും. ആ സദ്യയിൽ തന്നെ ഏത് വിഭവമാണ്? എനിക്ക് പരിപ്പ് ഇഷ്ടമാണ്, സാമ്പാർ ഇഷ്ടമാണ്, അവിയൽ എല്ലാം ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. ഒന്നും മാറ്റി വെക്കാനില്ല. എല്ലാം ഇഷ്ടമാണ്. പായസത്തിന്റെ കാര്യം? പായസം ഇഷ്ടമാണ്. മധുരപ്രിയനാണോ? അതുമാണ്. ആണ്. ഭക്ഷണം എന്തായാലും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുട്ടേട്ടൻ്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയല്ലേ അല്ലേ? സിനിമയിൽ അഭിനയിച്ചു, ഇപ്പം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണ്. പിന്നെ അഭിനയിച്ചു. ഇനിയിപ്പം നല്ലൊരു ഇതാണ് എന്താ ഉദ്ദേശം? ഞാൻ ചോദിക്കുന്നു. അതെ, എന്താണ് ഉദ്ദേശം? എന്താ എൻ്റെ ഉദ്ദേശം? അതെ, സിനിമയിലെ സർവ്വ മേഖലയിലും കൈവയ്ക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ലക്ഷ്യം എവിടെയാ? ലക്ഷ്യം പ്രൊഡക്ഷനും അഭിനയവും ഒക്കെ തന്നെ. വെരി ഗുഡ്. ഇഷ്ടമായി. അപ്പൊ അത് തന്നെയായിരുന്നോ അച്ഛൻ്റെ മനസ്സിലും? അങ്ങനെ തന്നെയാണോ? പിന്നെ എനിക്കപ്പോൾ ഒരു പുറത്ത് പോയി ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവനവന് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. അപ്പൊ ജോലി അല്ലാതെ നമുക്ക് അവൻ്റെ കളിയാകും. പുരസ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അഭിമാനിക്കാം, സന്തോഷിക്കാം. പക്ഷെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ
രണ്ടല്ല 55 വർഷമായി അല്ലേ ഈ ഫീൽഡിൽ. പക്ഷേ വിജയരാഘവൻ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പിന്നെ 55 വർഷമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ അംഗീകരിച്ചുകൊണ്ടില്ലേ, ജനങ്ങളുടെ അംഗീകാരം. തീർച്ചയായിട്ടും ഏത് അവാർഡിനെക്കാട്ടിലും ഏറ്റവും വലുതല്ലേ. ഞാൻ എവിടെ ചെന്നാലും വിജയരാഘവന്റെ മകനാന്ന് പറയുമ്പോൾ ഭയങ്കര സ്വീകാര്യത. അത് തന്നെ വലിയ അവാർഡിനെക്കാട്ടിലും വലിയ. എഡ്മൺ കീൻ എന്ന് പറഞ്ഞ വലിയ പ്രസിദ്ധനായ നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയം സാറാ ബെർണാർഡ്, അദ്ദേഹത്തെക്കാട്ടിലും ഒരടി പൊക്കം കൂടുതലുള്ള സ്ത്രീയാണ്. പക്ഷേ ഇവർ കാമുകികമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ സെയിം ലെവലാന്ന് തോന്നുന്നു. ആ സ്റ്റേജ് വരുമ്പോൾ ഉള്ള അങ്ങയുടെ ആ ഒരു എന്താ പറയുക ഡെമഗോഗിസം ഉണ്ടല്ലോ, അത് അങ്ങയോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഈ സീനിൽ അത് അത്രയും വേണ്ട ഡയറക്ടർ. അതിൽ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ നിയന്ത്രിക്കാം, പക്ഷെ എൻ്റെ കണ്ണിലെ ആ ഒരു വെട്ടലുണ്ട്, ഇമ്മ അതിനകത്തൂടെ പോകുന്ന വെള്ളിടിമിന്നൽ അത് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല എന്നുവെച്ചാൽ ആ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം വേണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും നടനെ സംബന്ധിച്ച് അല്ല ഏത് പ്രൊഫഷനാണ് ശരി, നമുക്ക് കഴിവുണ്ടോ എൻ്റെ വിശ്വാസം. പക്ഷെ എന്തിനും അങ്ങനെ ആവാൻ ശ്രമിക്കണം. അല്ലാതെ ആരെങ്കിലും എന്നെ കൊണ്ട് തള്ളി കയറ്റട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല. തള്ളി കയറ്റാനും പറ്റില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്ത് ഒരാളാക്കാൻ പറ്റുമോ, അങ്ങോട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആക്കാൻ പറ്റുമോ? അവർക്ക് തരാം. അതിന് അസാമാന്യമായ കഴിവ് വേണം, അതിന് ചില പ്രാഗൽഭ്യങ്ങൾ വേണം. അതുള്ളവർക്ക് അതാക്കാൻ പറ്റുള്ളൂ. അല്ല ദേവദേവൻ അച്ഛൻ കമ്പല് ചെയ്തിരുന്നോ രംഗത്തേക്ക് വരണമെന്നൊന്നും? ഇല്ലില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ തോന്നൽ കൊണ്ട് വന്നു. ഓക്കെ. നേരത്തെ ബിസിനസ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ വന്നു. അല്ല അച്ഛനൊന്ന് ഇടപെടുകയാണെങ്കിൽ കൂടുതൽ കഥാപാത്രങ്ങൾ അങ്ങനെ വേണ്ട, അത് വേണ്ട. ഓക്കെ. അച്ഛൻ അഭിനയിച്ച ഏറ്റവും നല്ല ക്യാരക്ടർ ഏതാ? എനിക്ക് ലീലയിലെ ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞില്ലേ, അത് നിങ്ങൾ കാണണം. ശ്രദ്ധിക്കപ്പെടാതെ പോയല്ലേ അത്? ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷെ അത് നല്ല ഭയങ്കര വ്യത്യാസമായിട്ട് കാണാൻ പറ്റിയെങ്കിൽ. പിന്നെ ദേശാടനം, നമ്മുടെ കിഷ്കിന്ദ കണ്ടത്തില്ല നാപ്പുപിള്ള, ഈ ഇട്ടൂപ്പ് പൂക്കാലത്തിലെ ഏത് റോളും അച്ഛന് വഴങ്ങും. അച്ഛന് വഴങ്ങും. അത് അച്ഛനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ല ഞാനത് എന്നിലൂടെ വരുമ്പോൾ അത് വേറൊന്നായിരിക്കും, വേറെ ആൾ കൺസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പം അപ്പുപിള്ള ശരിക്കും പറഞ്ഞാൽ അവരങ്ങനെയല്ല കൺസീവ് ചെയ്തിരുന്നത്. പലപ്പോഴും അവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കറിയാം. പക്ഷെ അത് എന്നിലൂടെ വന്നപ്പം അത് വേറെ പിന്നെ വേറെ അഭിനയിക്കുന്നത് വേറൊന്നായിരിക്കും. എന്നെക്കാളും ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾ കാണും. ഇല്ലെന്ന് എന്നെക്കൊണ്ടും മാത്രം പറ്റുന്ന കാര്യമൊന്നുമല്ല, ഉണ്ടാവും. പക്ഷെ അതിൽ വേറെ അപ്പുപിള്ള ആയിരിക്കും. ഈ അപ്പുപിള്ള ഇത് എൻ്റേത് മാത്രമാണ്, ഇത് എൻ്റെ മോൻ എന്ന് ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, എൻ്റെ കുട്ടിയാണ്.